എം ജി കോമറ്റിൻ്റെ ഒരു ലോങ് ടേം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റിവ്യൂവിൻ്റെ അകത്ത് നമ്മൾ ഈ വണ്ടിയുടെ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ എങ്ങനെയുണ്ട്, ഫീച്ചേഴ്സ്, സ്പേസ്, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ പോകണം. എങ്ങനെ ഈ ഒരു വാഹനം ലാഭകരമായി കൊണ്ടുനടക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു വാഹനത്തിന് 5 വർഷം കൊണ്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എനിക്ക് കുറേ മെസ്സേജസ് വരാണ്ട്, അതിനകത്ത് പ്രത്യേകിച്ച് കിരണിൻ്റെ ഒരു മെസ്സേജ് ആയിരുന്നു, സെന്തിൽ എന്തുകൊണ്ട് ഈ എം ജി കോമറ്റ് നമ്മൾ വാങ്ങണം, അതിന് പകരം വല്ല എക്സ്പ്രസ്സോ എടുത്താൽ പോരെ, അങ്ങനെയാണെങ്കിൽ ഫുട് പ്രിൻറ്റ് കുറയ്ക്കാൻ പറ്റും, നല്ല റേഞ്ച് ഉണ്ട്, ലൈക്ക് നല്ല മൈലേജ് ഉണ്ട്, അതുമാത്രമല്ല നമുക്ക് കുറച്ചുകൂടി ലാഭകരം അതല്ലേന്ന്. അപ്പോൾ ഇതുപോലെ കിരണിനെ പോലെ കുറേ പേര് കൺഫ്യൂഷനാണ് ഇന്ന് ഞാൻ തീർക്കാൻ പോകുന്നത്. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. ഇന്ത്യയിൽ മിക്ക ആളുകളും EV എടുക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും ലാഭത്തിന് വേണ്ടി ഒരു EV എടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും, അത്രത്തോളം നമുക്ക് പെട്ടെന്നത് ലാഭത്തിലേക്ക് കൺവേർട്ട് ആവും. ഇതാണ് ഒരു ബേസിക് ഒരു സ്ട്രാറ്റജി. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു 50 ലക്ഷത്തിൻ്റെ ഒരു EV വാങ്ങിയിട്ട് ലാഭത്തിലേക്ക് പോകണമെങ്കിൽ എനിക്ക് അത്രയും കാലം പിടിക്കും. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഏറ്റവും പ്രൈസ് കുറഞ്ഞ് EV എടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളിന്ന് എം ജി കോമ്പറ്റിന് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എം ജി കോമ്പറ്റിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 8 ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് വാങ്ങാൻ സാധിക്കും. നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബൈ ചാൻസ് ഞാൻ ഒരു കോമറ്റ് 8 ലക്ഷത്തേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് മിക്ക ആളുകൾക്ക് അറിയാൻ പറ്റും, എൻ്റെ വീട് പട്ടാമ്പിയാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററിൻ്റെ ഡെയിലി യൂസേജ് ഉണ്ട്, ടു ആൻഡ് ഫ്രോ, 50 അങ്ങോട്ട് 50 ഇങ്ങോട്ട്. ഇനി നമ്മൾ എം ജി കോമൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് 17.3 അല്ലെങ്കിൽ 17.4 kWh അത് വെച്ചിട്ട് ഈ വാഹനത്തിന് ക്ലെയിംഡ് ആയിട്ടുള്ളൊരു റേഞ്ച് എന്ന് പറയുന്നത് കമ്പനി 230 പറയുന്നത് അത്രയൊന്നും കിട്ടില്ല. എനിക്ക് സ്ഥിരമായി കിട്ടുന്നത് ഒരു 200 അതുപോലെ 180 ഇടയ്ക്ക്, അതൊരു 180 to 200 ഇടയ്ക്കാണ് നമുക്ക് സ്ഥിരമായി കിട്ടുന്നത് ആ ഒരു റേഞ്ച്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ധൈര്യത്തോടെ ഓഫീസിലേക്ക് പോയി വരാം. അതായത് ഒരു 100 കിലോമീറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കി കുറച്ച് ആഡ് ഓൺ ഉണ്ട്. ആഡ് ഓൺ ഇൻ ടേംസ് ഓഫ് നമ്മളിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്ത് പോവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റേഴ്സിൻ്റെ ആഡ് ഓൺ നമുക്ക് എന്തായാലും ആവശ്യം വരും. നമുക്ക് ഇങ്ങനെ എടുക്കാം. ഒരു ദിവസത്തിൽ ഒരിക്കൽ ഞാൻ ഈ ഒരു എം ജി കോമറ്റിനെ ചാർജ് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര രൂപ ചിലവാകും? അപ്പോൾ 17.4 kWh ബാറ്ററീനെ ചാർജ് ചെയ്യാൻ ഏകദേശം 8 രൂപയുടെ കാൽക്കുലേഷൻ എടുക്കുക KSEBയിൽ. അപ്പോൾ 8 into 7.3 എന്ന് വരുമ്പോൾ ഏകദേശം നമുക്കൊരു 134 rupees പ്ലസ് വരും. അതായത് 134 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് തൃശ്ശൂർ പോയി തിരിച്ചു വരാം. അതായത് 100 കിലോമീറ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇനി ബൈ ചാൻസ് ഞാനിപ്പോൾ ഒരു എം ജി കോമറ്റ് അല്ല യൂസ് ചെയ്യുന്ന, ഒരു നോർമൽ ഒരു പെട്രോൾ വാഹനമാണ് യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിമം ഒരു 15 കിലോമീറ്റർ ആവറേജ് നൽകുന്ന ഒരു പെട്രോൾ വാഹനത്തിന് നമുക്ക് തൽക്കാലം ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതേ ഒരു 100 കിലോമീറ്റർ ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര ലിറ്റർ ഓഫ് ഫ്യൂൽ വേണ്ടി വരും? ഏകദേശം ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് 15 കിലോമീറ്റർ കൊടുക്കുന്ന ഏതൊരു വാഹനത്തിനും അറൗണ്ട് 7 ലിറ്റർ ഓഫ് ഫ്യൂൽ വേണം. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ ഭയങ്കര സിമ്പിളാണ്. 7 into ഇപ്പോൾ പെട്രോൾ ആണെങ്കിൽ 106 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ദിവസം എനിക്ക് 700 രൂപയുടെ മുകളിൽ പെട്രോളിൻ്റെ ആവശ്യം വരും. ഇനി എം ജി കോമറ്റിൻ്റെ ലാഭം എവിടെ ഞാൻ പറഞ്ഞു ഏകദേശം ഞാനൊരു പെട്രോൾ വാഹനത്തിൽ പോകുകയാണെങ്കിൽ എനിക്കൊരു 18,000 to 20,000 അകത്ത് ചിലവാവുന്ന അതേ ഒരു സ്ഥാനത്ത്. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വന്നു വെച്ചാൽ ഞാനൊരു 25 ദിവസം പണിക്ക് പോകുമെന്ന് വിചാരിക്കുക. അപ്പോൾ 25 ദിവസം ഈ ഒരു പറഞ്ഞ കാൽക്കുലേഷനിലാണ് പെട്രോൾ വാഹനത്തിന് എനിക്ക് ഏകദേശം 18,500 to 20,000 അകത്ത് വന്നത്. അതേ ഒരു സെയിം 25 ദിവസം ഞാനിപ്പോൾ കോമറ്റ് ആയിട്ടാണ് ജോലിക്ക് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു പെർ ഡേ എനിക്കൊരു 138 രൂപ ചിലവാകും. അപ്പോൾ into 25 25 ദിവസം ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 3,500 പ്ലസ് ആ ഒരു റേഞ്ചിൻ്റെ അകത്താണ് വരിക. അതായത് ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് 20,000 എവിടെ കിടക്കുന്നു, 3,500 പ്ലസ് എവിടെ കിടക്കുന്നു. ഇതാണ് ആക്ച്വലി ഒരു വാഹനത്തിൻ്റെ ലാഭം. അപ്പോൾ ഇത്രയും നേരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് എം ജി കോമറ്റിനെ ഒരു പെട്രോൾ വാഹനമായിട്ടാണ്. ഇനി കുറച്ചുകൂടി രസകരമാക്കാം. അതായത് ഇതേ കോമറ്റിനെ ഞാനിപ്പോൾ ഒരു ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ബൈക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 40 കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്ന ഏതെങ്കിലും ഒരു ബൈക്ക് എടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ സെയിം ഡിസ്റ്റൻസ് ആണ്, 100 കിലോമീറ്റർ യാത്ര ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഏകദേശം എനിക്ക് 2.5 ലിറ്ററിൻ്റെ പെട്രോൾ ആവശ്യമുണ്ട്. ഇന്നത്തെ കാൽക്കുലേഷൻ 106 രൂപയാണ് പെട്രോളിന്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു ദിവസം തന്നെ 270 രൂപയുടെ മുകളിൽ വേണം പെട്രോൾ കാശ്. അത് തന്നെ ഞാൻ 25 ദിവസം പണിക്ക് പോകുകയാണെങ്കിൽ ഈ ഒരു പൈസ തന്നെ ഇൻറ്റു കാൽക്കുലേറ്റ് ചെയ്യാം. ഏകദേശം നമുക്ക് ഒരു 6,500 മേലെ, കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 7,000 to 6,500 അകത്താണ് എനിക്ക് ഒരു ബൈക്കിൽ ഈ പറഞ്ഞ 25 ദിവസം ജോലിക്ക് പോകണമെങ്കിൽ വരുന്ന ചിലവ്.
അപ്പോൾ ഇതൊക്കെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ മാത്രം ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യത്തെ കാര്യം ഇതൊരു കാറാണ്, അതുമാത്രമല്ല ഫീച്ചർ ലോഡറായിട്ടുള്ള കാറാണ്, നല്ല AC ഉണ്ട്, വെയിൽ കൊള്ളണ്ട. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാൻ പറ്റും 34 to 35 ഡിഗ്രിയാണ്, പ്രത്യേകിച്ച് ഞാനുള്ള സ്ഥലം അതായത് പാലക്കാട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഇത് ഒരൊറ്റ ആൾ പോയാലും ലാഭമാണ്. ഇനി ബൈ ചാൻസ് നിങ്ങൾ കാർ പുള്ളിങ് ചെയ്യണം, അതായത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ അതിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യാം, 2 പേരാണെങ്കിൽ. ഇനിയിപ്പോൾ 4 പേരാണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ലാഭമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു MG കോമറ്റ് വാങ്ങുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഈ ഒരു മുടക്കിയ പൈസ തിരിച്ചു കിട്ടുമെന്ന്. അതെങ്ങനെയാണെന്നല്ലേ അതും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു MG കോമ്പറ്റിൻ്റെ ഒരു ബേസ് വേർഷനെ നമ്മൾ ഓൺ റോഡ് പ്രൈസ് നോക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ പറഞ്ഞു 8 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ ഈ ഒരു 8 lakhs നമ്മൾ കംപ്ലീറ്റ്ലി ലോൺ ആക്കാമെന്ന് വിചാരിക്കുക. അത് 8 ലക്ഷത്തിന് നമ്മൾ ലോൺ ആക്കുക. ഇന്നത്തെ പലിശയുടെ ഒരു കണക്കനുസരിച്ച് ഒരു 9.2% പലിശയിൽ ഒരു 5 വർഷത്തേക്ക് 8 ലക്ഷത്തിന് ഞാൻ ലോണിലേക്ക് ഇടുമ്പോൾ എനിക്ക് തിരിച്ചടയ്ക്കേണ്ട പ്രൈസ് എന്ന് പറയുന്നത് ഒരു മാസം അറൗണ്ട് ഒരു 17,000 അകത്തേ വരുള്ളൂ. അതായത് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, അതായത് ഒരു പെട്രോൾ വാഹനത്തിന് ഒരു 25 ദിവസത്തേക്ക് എനിക്ക് പെട്രോൾ അടിച്ച് ഓടിക്കണമെങ്കിൽ എനിക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് മോർ ദാൻ ദാറ്റാണ്. അത് അറൗണ്ട് 18,000 to 20,000 ആണ്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ ബൈ ചാൻസ് നമ്മുടെ പെട്രോൾ വാഹനം അവിടെ നിലനിർത്തിയിട്ട് വെറും പെട്രോൾ അടിച്ചു ഓടിക്കുന്ന പൈസയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിന് പകരം നമ്മളൊരു കോമറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിന് ചാർജ് ചെയ്യാൻ അധികം പൈസ വരില്ല. സോ നമ്മൾ ആ ഒരു പെട്രോളിൻ്റെ കാശ് ഈ ഒരു വാഹനത്തിലേക്ക് ഇടുകയാണെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് MG കോമറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയി കിട്ടും. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഒരു EV വാങ്ങുമ്പോൾ ഏറ്റവും വില കുറഞ്ഞ EV വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് ആ ഒരു പൈസ മുതലായി കിട്ടും. ഇനി 5 വർഷത്തിന് ശേഷം ഈ വാഹനത്തിന് എത്ര രൂപയാണ് കിട്ടണമെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് ബാറ്ററിയുടെ വീക്ക്നെസ് ഒക്കെ സംഭവിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു 5 ലക്ഷം കിട്ടണേ അല്ലെങ്കിൽ ഒരു 4 ലക്ഷം കിട്ടണമെങ്കിൽ ആ 5 ലക്ഷം അല്ലെങ്കിൽ ആ 4 ലക്ഷം നിങ്ങൾക്ക് ധൈര്യത്തോടെ അടുത്ത ഒരു EVയുടെ ഡൗൺ പേയ്മെൻറ്റിലേക്ക് ഇടാം. അപ്പോൾ ഇതായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ 5 വർഷം കംപ്ലീറ്റ്ലി ഫ്രീ ആയി ഓടിക്കാം, ടെൻഷൻ ഫ്രീ ഓടിക്കാം. കാരണം ഏകദേശം ഇപ്പോൾ ഈ വാഹനം ഇറങ്ങിയത് ഓഗസ്റ്റ് 2023 ഇപ്പോൾ 2025 ഫെബ്രുവരി ആയി. പ്രൂവനാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വാഹനം കമ്പനി തന്നെ പറയുന്നത് വെച്ചാൽ ഇതൊരു ഹൈവേ ജേണിക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കമ്മ്യൂട്ട്, അതായത് ഇപ്പോൾ 50 കിലോമീറ്റർ കമ്മ്യൂട്ട്, 100 കിലോമീറ്റർ കമ്മ്യൂട്ട്, അങ്ങനെ ഡെയിലി കമ്മ്യൂട്ടിന് വേണ്ടിയിട്ടാണ് കമ്പനി തന്നെ ഈ ഒരു വാഹനത്തിനെ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ രസകരമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ റിവ്യൂ. അപ്പോൾ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, പ്രാക്ടിക്കലാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതുവരെ ഓൾ തിങ്സ് ഓട്ടോനെ ഫോളോ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ എന്ന പേരിൽ, അവിടെയും നമ്മളെ ഉറപ്പായിട്ടും ഫോളോ ചെയ്യുക.